ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ കോളിഫ്ലവർ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ പീസാക്കി വെച്ച കോളിഫ്ലവറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കോളിഫ്ലവറിന് ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പോയി കിട്ടാൻ ഈ ചൂടുവെള്ളത്തിൽ ആദ്യം ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതൊക്കെ ചൂടായി നന്നായിട്ട് മണം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറായി വരുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. പെട്ടെന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ പാടില്ല. അപ്പോൾ അത് അടിക്കൊക്കെ പിടിച്ച് മൊത്തമായിട്ട് പറ്റിക്കിടക്കും. സവാളയൊക്കെ വാടി നല്ല ബ്രൗൺ കളറായ ശേഷമാണ് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടേണ്ടത്. പിന്നെ നമ്മൾക്ക് ചോപ്പ് ചെയ്ത തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നിക്കിൽ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ഒരിക്കലും ഇടരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമുക്കതിനെ വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നാൽ നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. മസാലകളൊക്കെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ആ സവാളയിലും തക്കാളിയിലൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ കോളിഫ്ലവറിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ചെറിയ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇടാണ്ട് കോളിഫ്ലവർ മാത്രം വെച്ചാലും ഇതേ ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക്. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടില്ലെങ്കിലും ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും ഈ കറി. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിന് കുറച്ച് വെന്തത് കൊണ്ട് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് ഇത്തിരി അത് വെന്ത് കാണും. അപ്പോൾ ഇത്തിരി വേവ് മാത്രമേ അതിനുള്ളൂ. ലാസ്റ്റ് അതിലേക്ക് കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. കോളിഫ്ലവറൊന്നും ഉടയാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ 2-3 പച്ചമുളകും കുറച്ച് മല്ലിയിലയും ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുമെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്. ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.